അതെ, ഞങ്ങൾ ഇത്തവണ വരുന്നത് ഒരു അന്വേഷണാത്മക ത്രില്ലറായിട്ടാണ്. നിങ്ങൾക്കറിയാവുന്ന സേതുരാമയ്യർ, ഷെർലോക്ക് ഹോംസ്, ദാസനും വിജയൻ, എന്തിനധികം ഹേമ കമ്മിറ്റിക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത പരാജയം സമ്മതിച്ച് 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 1872 ശേഷം ഇത്തരത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിസ്സിങ്ങും അതെങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നതാണ് ഇതിന്റെ കഥ. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ എന്നെങ്കിലും തിരഞ്ഞു കിട്ടാഞ്ഞിട്ട് പിടഞ്ഞൊരു ചോദ്യത്തിന് മികച്ച അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു നടന സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ സ്കിറ്റ്. പതിവ് പോലെ ഇതിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികമല്ല, ഇതിലെ സംഭവങ്ങൾ മനോഭാവനകളല്ല. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടത്തെ ആൾക്കാരെ ശരിക്കും അറിയാഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ തുടങ്ങട്ടെ. അന്വേഷണം, കണ്ടെത്തൽ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: പരദൂഷണം ആരോഗ്യത്തിന് ഹാനികരം. അഭിനയിച്ചവർ ഷെർലാക്ക് ജോയ്, ഒളിമ്പ്യൻ അന്തോണി അരുൺകുമാർ, യദുരാമയ്യർ CBI, ഡിറ്റക്റ്റീവ് സോനു, CID ശബരി, രൂപ ജയന്തി IPS, ഇൻസ്പെക്ടർ അംജിത്ത്, ഏജന്റ് സുജയ്, ACP ബൈജു ശെൽവൻ IPS, സജിൻ ചന്ദ്രൻ IPS. പിന്നണിയിൽ വിന്നി ഓസ്ലർ, സിംഗം വിശ്വൻ, ഇൻസ്പെക്ടർ രാജേഷ് ആൻഡ് മിഥുൻ മോസ്. സഹ നിങ്ങളായിരുന്നോ? അല്ല, നിങ്ങളെന്താ ഈ നേരത്ത് ഇവിടെ? അതെ, വീട്ടിലാണല്ലേ, ഭവനമില്ല. ഇവിടെ ആവുമ്പോ ആ കുഴപ്പമില്ല. നീ സ്ഥലം നോക്കിയേ, നല്ല ചില്ല് വൈബല്ലേ. നീ അങ്ങോട്ടൊന്ന് നോക്കിയേ, ആ ചക്രവാള സിനിമക്കപ്പുറം ആ നീല കടലിൽ ഒരു പൊട്ട് പോലെ ഒരു ബോട്ട്. ഇങ്ങോട്ട് നോക്ക്, ആ പച്ച പട്ടിട്ടിരിക്കുന്ന മലനിരകൾക്ക് താഴെയായിട്ട് എന്താ കാണുന്നത്? എന്താ കാണുന്നത്? ഫാമിലി പ്ലാസ്റ്റിക്. നീ ഇവിടേക്ക് നോക്ക്, എന്താ നമ്മളെ വില്ലേജ് ഓഫീസ്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ നല്ല നല്ല തോട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വരും. ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ട്, അതിനൊന്ന് പൊലിപ്പിച്ചെടുക്കണം. സ്ക്രിപ്റ്റ് റെഡിയായ പിന്നെ ഫിലിം ഓണം. നിങ്ങള് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, ഞങ്ങളൊന്ന് ചുമ്മാ ചില്ലടിക്കാനാണ്. ഇപ്പഴേ ഇതൊക്കെ പറ്റുള്ളൂ. കുറച്ചു മുമ്പേ ആ സ്വിമ്മിംഗ് ഇൻസ്ട്രക്ടർ വന്ന സമയത്തില്ലേ, ഇവരുടെ കയ്യിലായിരുന്നു സ്ഥലം മുഴുവൻ. പിന്നെ നമ്മളെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല. ഈ മാസം കൂടിയേ കാണും, അടുത്ത മാസമേ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ പിന്നെ ഈ പരിസരത്തേക്ക് വരേണ്ടി വരില്ല. 2-3 മാസം ഈ പൂളില് തലയും കുത്തി പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും നീന്തൽ പഠിക്കാനായില്ല അല്ലേ? സമയം എടുത്ത് പഠിക്കണം ചേട്ടാ, അല്ലെങ്കിൽ വല്ല മുങ്ങി ചത്താലോ. ശരി ശരി. പിന്നെ ഞാൻ നമ്മുടെ DD സിനിമാസിൽ ഒരു കോൾ ഇട്ടിരുന്നു ഒരു മൂവിക്ക് പോകാൻ വേണ്ടിട്ട്. ഇപ്പോഴൊന്നും ഒരുത്തനും റെസ്പോണ്ട് ചെയ്യുന്നില്ലാന്ന്. അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും ഒന്ന് വന്നൂടോ. അല്ല ചേട്ടൻ ഏത് മൂവിക്ക് പോകാനാ കോൾ ഇട്ടത്? അതൊരു ഓൾഡ് ക്ലാസിക്കാ. ഇപ്പൊ അതിന്റെ 4K റീമാസ്റ്റേർഡ് വേർഷൻ ഇറക്കിയതാണ്. നമ്മുടെ ടർക്കോവിസ്കിയുടെ. എന്ത് വിസ്കിയുടെ? കലാകാരന്മാരെ ബഹുമാനിക്കാൻ പഠിക്കടേ. നീയൊക്കെ പോയി കാറ്റ് കണ്ടു, അത് തന്നെയാ നല്ലത്. ഞാനേ വല്ലതും തലയിൽ കയറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ചേട്ടന്റെ തോട്ട് നടക്കട്ടെ.
അല്ല നിങ്ങൾ കുറെ നേരമായല്ലോ ഇവിടെ കിടന്ന് പറയുന്നത്. എന്താ പരിപാടി? ചേട്ടൻ ഒന്ന് ഈ ടാങ്കിലേക്ക് നോക്കിക്കേ. ഇത് നമ്മുടെ വാട്ടർ ടാങ്ക് അല്ലേ? ആന്ന് ഒന്ന് നോക്കേ ഇതിനുള്ളിൽ തൊട്ടടുത്ത് നോക്കാൻ ഇത്ര. ഒന്ന് നോക്കിയേട്ടാ. അയ്യോ എന്തായി കാണുന്നത്? ചേട്ടൻ എന്തോ മിറാക്കിൾ ആണോ തോന്നുന്നത്? ആ ഇതിനകത്തോ? ആ എന്തോ ഒരു പുതിയ പ്രതിഭാസമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ന്യൂസിലും കണ്ടായിരുന്നു ഇതുപോലെയൊന്നും. തന്നെ? ചേട്ടൻ അങ്ങോട്ട് നോക്കി. അവിടെ നിന്നാണ് അതിന്റെ തുടക്കം. എന്നാലും ഇതിലെന്തോ ഒരു ശാസ്ത്രീയ വശമുണ്ട്. അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്റെ ചേട്ടാ ഇപ്പൊ എന്റെ ശാസ്ത്രവും സയൻസും നോക്കി ഇന്നാ പറ്റുമോ? നമ്മുടെ ഫ്ലാറ്റിന് കുടിവെള്ളം കിട്ടുന്ന കേസ് എന്തേലും ചെയ്തേ പറ്റൂ. എന്നാലും നീ ഇറങ്ങുന്നു. അയ്യോ ഇങ്ങനത്തെ നീന്താനൊന്നും അറിഞ്ഞൂടാ. എന്തോടെ? എന്റെ ചേട്ടാ ഞാൻ ഇവരുടെ കൂടെ നീന്താനായിട്ട് പോയി. ആ. അപ്പൊ ആ ഇൻസ്ട്രക്ടർ പറയുക ഇത് ആണുങ്ങൾക്ക് പറ്റിയ ക്ലാസ് അല്ല, പെണ്ണുങ്ങളെ മാത്രം എടുക്കൂ. മനസ്സിലായി? നിന്റെ സ്വപ്നം എന്താണെന്ന് മനസ്സിലായി? ആ. നമുക്ക് അങ്ങനെയാണെങ്കിലേ ആ. താഴെ നമ്മുടെ പഴയ സെക്രട്ടറി ഇല്ലേ, അയാൾ full time വേണ്ട 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 നമുക്ക് വിളിച്ചാലോ? വേണ്ട വേണ്ട എല്ലാവരും അറിയിക്കുന്നുണ്ട്. ചേട്ടൻ അങ്ങ് ഇറങ്ങിയാ മതി. ഇതേ, ഞാൻ ഈ പ്രായത്തില് ഇങ്ങനൊക്കെ എന്റെ ചേട്ടാ ഇത് ഗുണാക്കിയൊന്നും അല്ല, നമ്മുടെ ഇവിടുത്തെ കൊച്ചു ടാങ്കാ. ചേട്ടാ എന്തേലും ചെയ്തേ പറ്റൂ. ചേട്ടൻ ഇതേ, ഞാൻ എങ്ങനെ ചേട്ടൻ ഇറങ്ങിയ ചേട്ടനെ കൊണ്ട് പറ്റും. ആണോ? ആ ഇറങ്ങാതെ. ആ ഇറങ്ങി ചേട്ടാ ധൈര്യമായിട്ട് ഇറങ്ങി. ആരും പണിയോടെ ഒരു പണിയില്ല, ഞാനിവിടെ ഉണ്ട്. ചേട്ടൻ ധൈര്യമായിട്ട് ഇറങ്ങി. ചേട്ടാ വെള്ളമില്ലാത്ത ടാങ്കിൽ ഇറങ്ങാനാണോ ഈ കസരത്ത്? മേലങ്ങിയിട്ട് കുറച്ച് കാലേ. ചേട്ടൻ ധൈര്യമായിട്ട് ഇറങ്ങി ചേട്ടാ. ഇന്ന് വാ, കൈയോട് കൈയോട്. എന്നാ ഒരു കാര്യം ചെയ്യ്. ആ ഒരു കമ്പനിക്ക് എന്റെ ചേട്ടൻ എന്നെ ടൂറ് പോവാണ്. ഇന്ന് ഇറങ്ങി ചേട്ടാ. ഇനി അങ്ങനെ ഇറങ്ങി, പക്ഷെ അങ്ങനെ കാണുന്നില്ലല്ലോ. സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ കേൾക്കുന്നുണ്ടോ? സുഭാഷ് ചേട്ടാ. ഇങ്ങനെ കാണുന്നില്ല. അങ്ങനെ എവിടെ പോയി? ഇതെന്തോ ഒരു ഈ ടാങ്കിൽ മുങ്ങാൻ മാത്രമുള്ള വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ടോ? അത് എനിക്ക് മനസ്സിലാവാതെ. ഇങ്ങനെ എന്ത് പണിയാക്കാൻ ആ കണ്ണടയും വെച്ചില്ല. സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ. സുഭാഷ് ചേട്ടാ. ദൈവമേ, ഞാൻ ഈ ലക്ഷ്മിയോട് എന്ത് പറയും? നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത്. ശരി അങ്ങനെ പറയാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഹോ, സുഭാഷ് ചേട്ടാ. സുഭാഷ് ചേട്ടാ, എന്ത് സുഭാഷ് ചേട്ടാ. ഇത് പണിയായി. സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ. സുഭാഷ് ചേട്ടാ. ആകെ ഏറ്റാണല്ലോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പേടിയാവുന്നുണ്ടല്ലോ. പേടിയാവുന്നേ. അലക്സാ, പ്ലീസ് ലൈറ്റ് ഓൺ. അലക്സാ, പ്ലീസ് ലൈറ്റ് ഓൺ. വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു അതിഥി വന്നതിന് മഹത്തായ
സുന്ദരമായ ദിനം സ്വാഗതം നമ്മുടെ മുന്നിലേക്ക്. ഈ അലക്ഷ്യം ഈശോയെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ സ്വാഗതം ചെയ്ത് ഇവിടെ വരുത്തുക. സ്വാഗതം നമ്മുടെ മനയിലേക്ക്. ഇതിന്റെ മെന കണ്ട് വാങ്ങിയതാണ്. എന്നിട്ടിപ്പോ പെട്ടല്ലോ അലക്സ. എന്താ കുഴപ്പം? എന്താണോ പുറമേ ആകുന്ന വിലയൊന്നും ഉള്ളിലില്ല. വെള്ളമില്ല, വെളിച്ചമില്ല, ക്യാമറയില്ല. ഫുൾടൈം പൈപ്പ് കിട്ടലും. രാത്രി 10 മണി കഴിഞ്ഞാൽ പ്രേതത്തിന്റെ ശല്യവും സൗണ്ടും വയ്യ അടുത്തു. താൻ എന്തൊക്കെ പറയണേ? 10 മണി കഴിഞ്ഞുള്ള ശബ്ദം അതെവിടുന്നാന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതും ഞാൻ തന്നെ പറഞ്ഞു തരണം. അതൊക്കെ പോട്ടെ. 3 നേരം ഭക്ഷണം അത് മുടങ്ങാതെ കിട്ടുന്നില്ല എനിക്ക്. ഭക്ഷണം 3 നേരം. ആ അഞ്ചത്തൊക്കെ 4 നേരം കഴിക്കുന്നുണ്ട്. എങ്ങനെയാ ചോദിക്കുന്നു കുറയും കേസിനും. വേണ്ട, സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കൊന്നും ഇല്ലേ? അതിനല്ലേ ഇവിടെ ഒരു മേഘം എടുത്തിട്ടേക്കുന്നത്. അതെ, ആ മേശ ആരോ മാറ്റിയിട്ടും എനിക്കറിയാം. സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കൊന്നും ഇല്ല. അവരിപ്പോ താഴെ വെച്ചിട്ടാ പോവാറ്. എനിക്കാണെ ആ സായുജിനെ പോലെ വേപ്പിന്റെ അസുഖമുള്ള നടക്കാനൊന്നും വയ്യ. അതൊക്കെ പോട്ടെ. തനിക്ക് എന്താ ഇപ്പൊ വേണ്ടേ? എന്തിനാ ഇവിടെ വന്നേ? അടിയനെ ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കണം. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ള പ്രശ്നം കൂടെ വയ്യ. മടുത്തു. എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം. തനിക്ക് ഇവിടുന്ന് പോവാൻ അനുവാദമില്ല. തനിക്കെന്ന് മാത്രമല്ല, ഇരിക്കുന്ന ആർക്കും ഇവിടുന്ന് പോകാൻ അനുവാദമില്ല. അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അറിഞ്ഞൂടെ? അടിയനെ മനസ്സിലായില്ല. പറഞ്ഞു തരാം. താനാ ട്വിങ്കിളും സൂര്യനൊക്കെ ഞങ്ങളെ കുറിച്ച് വാഴ്ത്തിപ്പാടിയ വീഡിയോ ഒക്കെ ഇറക്കിയതല്ലേ? അതുപോലൊക്കെ കണ്ടിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? താൻ ഉണ്ടായിരുന്നെ പറഞ്ഞു തരായിരുന്നു. അലക്സ, ഈ ബിൽഡിംഗ് മാത്രമല്ല, താങ്കളും സൂപ്പറാണ്, സൂപ്പർമാനാണ്. നീ പറയൂ. നമ്മളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തരാം. ഇത് ഒരു ഗൂഢാലോചനയാ. കേരളത്തിലെ അങ്ങ് കാസർഗോഡ് മുതൽ. അതെ, ഇനി എന്തിനാ ഞാൻ അങ്ങേ പോയിട്ട് പാട്ട് പഠിക്കാനാവും? അല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അസത്തുകളും ഒരിടത്താണ്. ഇവിടമേ മുടിയൂ. അതല്ല, ഇവിടെ ഏതെങ്കിലും ഒരിടത്തും പുറത്തേക്ക് പോയാ അവിടെ നശിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ ചെയ്തത്. മനസ്സിലായോ തനിക്ക്? എന്നിട്ടാ അഖിലും സാന്റോക്ക് രക്ഷപ്പെട്ടല്ലോ. തന്നോട് ആരാ അതൊക്കെ പറഞ്ഞേ? തനിക്കറിയോ? അവരും രക്ഷപ്പെട്ടതല്ല. പിന്നെ നമ്മൾ അവരെ പറഞ്ഞയച്ചതാ. ഇവിടുത്തെ കുടി മുട്ടാതിരിക്കാൻ വേണ്ടിട്ട് അവന്മാരെ പറഞ്ഞയച്ചേക്കാം. പ്രത്യേക ഒരു ദൗത്യം. ചാത്തന്മാർ അവരെയും ഇവിടെ എത്തിക്കും. അറിയോ? മനസ്സിലായി. അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, തനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. താൻ ആ ഫ്ലാറ്റിന് ശബ്ദം കേട്ടോ? ആ ബഹളം കേട്ടോ? കേൾക്കുന്നില്ലേ? അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. താൻ അതൊന്ന് ചെന്ന് പരിഹരിക്കുക. തനിക്കാകുമ്പം ഇതൊക്കെ ചെയ്ത് ശീലമുള്ളതല്ലേ? പൊക്കൂടെ? ഞാൻ ആ പണിയൊക്കെ നിർത്തി. ഇപ്പൊ ഇവിടെ കുറെ പുതിയ ഭാരവാഹികളുണ്ടല്ലോ, അവര് കണ്ടുപിടിക്കട്ടെ. എനിക്ക് വയ്യ. സമയം ഒരുപാടായി. എനിക്കാണ് ജിമ്മിൽ പോകാനുള്ള സമയമായി. കുടിവെള്ളം ഇല്ലേലും ഡെയിലി ജിമ്മിൽ പോകണം. ഞാൻ പോട്ടെ. ഇനി താൻ എവിടെ വെച്ചാ പൊക്കോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഒരിക്കലും രക്ഷയില്ല. പോവാൻ അനുവാദമില്ല.
ദോശ ഇടുവാണോ അത് ഡാൻസ് കളിക്കോ? നീ ആരാ ഡാൻസ് ചെയ്ത് അമ്പിക്ക്? ഓ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഡാൻസ് ആണെന്ന്? അധികം കളിയാക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വല്ലതും കഴിക്കാനും കിട്ടും. അവിടെ തിരുവാതിര കളിക്കുകയാണെങ്കിൽ ഒരു ആച്ചപ്പക്കാർക്ക് അത്ര ആളുണ്ട്. ഒന്ന് കൈ വീശി കളിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഒരു കൈ വീശി ആശി ചേച്ചിന് വരും, മറ്റേതാണെങ്കിലോ സൗമ്യ ചേച്ചിന് വരും. ഇവിടെ ആകുമ്പോ ആവശ്യത്തിന് സ്ഥലമുണ്ട്. പിന്നെ കൈ വീശി കൂടി വന്നാൽ നിങ്ങളുടെ മുഖത്തിൽ അത് പിന്നെ നിങ്ങൾക്ക് സ്ഥിരം കിട്ടുന്നുണ്ടല്ലോ. അല്ല, ഇത്രയും കഷ്ടപ്പെട്ടാണ് കളിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യടാ. അല്ല, നീ എന്റെ അത് കണ്ടോ? കഴിഞ്ഞ ആഴ്ച ലിയുമായി വാങ്ങിച്ചു. ഞാൻ ഈ ഫ്ലാറ്റ് മൊത്തം കാണില്ല. ആ ബെസ്റ്റ്. ആദ്യമായിട്ടാണ് ഇത്രയും വില കൂടിയ സാധനം വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ അതിന്റെ കയ്യിൽ വാങ്ങിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്നോട് ചോദിക്കണം അത് നിങ്ങൾ എവിടെയാ വെച്ചതെന്ന് പോലും ഞാൻ കണ്ടിട്ട്. നിങ്ങൾ അത് പോയി തപ്പിയെടുക്കാൻ ഞാനേ പ്രാക്ടീസ് ചെയ്ത് അത് ദോഷിച്ചില്ല. എടി, ഞാനത് ആ അലമാരയിൽ ഭദ്രമായിട്ട് കൂട്ടി വെച്ചത്. നീ എന്നാ നീ എടുത്തിട്ടോ? എന്റെ കഴുത്തിൽ തപ്പിയിട്ട് ഒരു കാര്യമില്ല. ഞാനത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ എങ്ങുക 2 ദോശ എടുക്കുക. നീ തന്നെ ദോശ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാനിത് ആരോട് ചോദിക്കും? ആ അതിനൊരു ഐഡിയ ഉണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്യുന്ന 2-3 പേരില്ലേ, നിങ്ങൾ അവരോട് ചെന്നൊന്ന് നൈസായിട്ട് ചോദിക്കും. അവരുള്ളത് കൊണ്ടാണ് ഇവിടെ CCTV പോലും വെക്കാത്തത്. എടി, നല്ല ഐഡിയ ഒക്കെ തന്നെ. പക്ഷെ ഇവരെ മൊത്തം അറിയിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരി. എന്റെ പേടി എന്താണെന്നറിയോ? നീ അത് കൊണ്ടുവരുന്ന വഴിക്കുമല്ലോ വീട് പോയെന്ന്. ഓ അത് പേടിക്കണ്ട. ഇവിടെ എന്ത് പോയാലും തിരിച്ചിട്ടും. കഴിഞ്ഞ ദിവസം തന്നെ ഏത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടില്ലായിരുന്നു 100 രൂപ കളഞ്ഞു കിട്ടിയെന്നും പറഞ്ഞു. ആണോ? ആ ഏത് ഗ്രൂപ്പില്? ഇതാ റെസിഡൻസ് ഗ്രൂപ്പ്. ഇവിടെ 10,000 ഗ്രൂപ്പുണ്ട്. ആ ശരിയാ. DD പാട്രൺസ്, DD റെസിഡൻസ്, DD ലേഡി ബസ്. ഇത് ഏത് ഗ്രൂപ്പിലാണ് വന്നത്? ഇത് റെസിഡൻസ് ഗ്രൂപ്പില്. പക്ഷെ ഇവിടുത്തെ സത്യസന്ധമാരെ നമ്മൾ മാനിക്കണം. തെളിവായിട്ട് ഗാന്ധിജിയുടെ ഫോട്ടോ എന്നു പറഞ്ഞ 100 പേരാണ് 100 രൂപ എന്നത്. അത് ഇവിടുത്തെ ഉള്ളവന്മാർ തന്നെയാ. അത് തന്നെ. എടി, വെള്ളം ഇതല്ലേ ഈ വെള്ളം ഈ നിറം? നമ്മൾ 50 മുകളിലല്ലേ വേണം? സമാധാനായി. ഇപ്പൊ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടോളൂ ഫോട്ടോ. ഇവിടെ കാണാനൊക്കെ ഞാൻ കരുതി ഇപ്പൊ പ്രവീൺ ചേട്ടന്റെ വീട്ടിലെ പോലെ ഡ്രിങ്കിങ്ങും നോൺ ഡ്രിങ്കിങ്ങും പൈപ്പുകൾ മാറിയിരിക്കുകയാണ്. ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ. പക്ഷെ ഇത് സാധാരണ കാണുന്നതിലും കളർ വ്യത്യാസം ഉണ്ട്. ആ അതൊക്കെ പോട്ടെ. നിങ്ങള് പണ്ട് ചോര കണ്ടുപിടിച്ച് അങ്ങേരോട് ചേച്ചി അങ്ങേര് നിങ്ങളുടെ സാധനം കണ്ടുപിടിച്ചു. അങ്ങേരിപ്പോ ജിമ്മിലെ കസരത്തും കഴിച്ചാൽ ഞാൻ എനിക്കൊരു പ്രശ്നമില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നീ കാര്യം പറ. എന്റെ ഒരു സാധനം കാണാതെ എനിക്കൊന്ന് കണ്ടുപിടിച്ചു. ഇതേപോലത്തെ പരിപാടിയൊക്കെ ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ അവിടെ പുതിയ കണ്ടുകൊണ്ടൊക്കെ ഉണ്ടല്ലോ, അവരുണ്ടെങ്കിൽ എന്നെ പറഞ്ഞില്ലേ? അങ്ങനെ പറയല്ലേ. ഇക്ക വിചാരിച്ചാലേ നടക്കും. പിന്നെ ആര്? നമുക്ക് ആ മോട്ടിവേറ്റർ വിശ്വചേട്ടനോട് ചോദിക്കാം. പോക്കറ്റ് ഇഷ്യൂ പുള്ളി ഉണ്ടല്ലോ ഓണത്തിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ ഒന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സ്ക്രിപ്റ്റ് നാടകവും കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് ഇപ്പൊ വെബ് സീരീസ് ഇപ്പൊ കാണുന്ന അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ട് കിട്ടുന്ന സാധനം കാണ്ടമായിട്ട് കിട്ടേണ്ടതല്ല. ഈ ആരോട് ചോദിക്കാൻ വെളിവെടുപ്പുള്ളതാണോ? ശരി, വെളിവെടുപ്പുള്ള അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ ആസ്ഥാന ലോകോട്ടും സകല കാര്യങ്ങൾ ശരിയാണ്. ഞാൻ വിളിക്കാം. അതൊക്കെ വിളി അത്യാവശ്യമാണ്. വിളി. എന്നെയാണെങ്കിൽ അനുഭവിക്കേണ്ട, ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ എവിടെ ഇരിക്കുന്നു? നിന്റെ പാടി എന്തൊക്കെ പറഞ്ഞു പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആ മിസ്സേ ഡേറ്റ് പറ. ഇവിടെ എന്തൊക്കെ നടക്കുന്നു, ആരൊക്കെ വന്നു, എവിടെയൊക്കെ പോയി, എല്ലാം ഇവിടെ ഉണ്ട്. ഇന്നലെ തന്നെ 33 പേരാണ് വന്നത്. അത് 28 പേരെ അറിഞ്ഞോളൂ. പിന്നെ പിള്ളേരുടെ ബോൾ 4 പ്രാവശ്യം 2 കാർ കൊണ്ട്, 1 ചുവപ്പ്, മറ്റേത് നീല. പിന്നെ നമ്മുടെ വിസ്മം 7 തവണയുടെ പിള്ളേരെ കൊണ്ട് കയറി ഇറങ്ങി പോയത്. 3 ബൈക്കുകൾ താനും തെറ്റി പാർക്ക് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ അങ്കിൾ ഉണ്ടല്ലോ, ഇങ്ങനെ
താൻ എന്തൊക്കെ ഈ പറയുന്നത്? ഇവിടെ കളഞ്ഞു പോയി എന്റെ സാധനം കണ്ടുപിടിച്ചതാണ് തന്നെ വിളിച്ചത്. താൻ ആരൊക്കെ ഇതിലെ കയറി ഇറങ്ങി പോയി മാറി എന്തൊക്കെ ഈ പറയുന്നത്? സാധനം കണ്ടുപിടിക്കാനാ പുതിയ ടാസ്ക്. അങ്ങനത്തെ പുതിയ ടാസ്ക് ഒന്നും ഇവിടെ എടുക്കില്ല. അതിനെ ഇവിടെ പുതിയൊരു ഐശ്വര്യ റോബോട്ട് ഇല്ലേ, അതുകൊണ്ട് ആ റോബോട്ട് ആണെങ്കിൽ ഡാൻസും പാട്ടും സ്വിമ്മിങ്ങും ടാങ്കർ ലോറി നോക്കിങ് മീറ്റിംഗ് ഫുള്ള് ബിസിയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ഗൂഗിൾ ലോറിന് ട്രിപ്പ് ആക്കണ്ട. ശരിയോ? ഓ വേണ്ട വേണ്ട വേണ്ട, അതിനെ ട്രിപ്പാക്കണം. ഇനി ഒറ്റ ഐഡിയ ഉള്ളൂ, നമുക്ക് ആ ഗിരീഷേനോട് പുതിയ ട്രഷറാ. പുള്ളിയെ ബാങ്കിൽ നിന്ന് കുറച്ച് കോയിൻസ് കൊണ്ടുവന്നു ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായിട്ട് എന്തുവാ ഇനിയിപ്പോ കുറച്ച് ബുദ്ധിയുള്ള ആരെക്കൊണ്ടെങ്കിലും അന്വേഷിപ്പിക്കണം. എന്റെ സാധനം എനിക്ക് എത്രയും വേണ്ടതാണ്. നമുക്ക് ഡോക്ടർ നിഹാസ് ഡോക്ടർ ഡോക്ടറിന്റെ കാര്യം അറിയാലോ. ഡോക്ടർ പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് പഠിക്കുകയല്ലേ. മറ്റേ ഉമ്മ പൂക്കി ഇപ്പൊ മറ്റേ അനുഭവന്റെ ഫ്ലാറ്റ് ബാംഗ്ലൂർ പോയില്ലേ, ആ ഫ്ലാറ്റിൽ വിറ്റ് ചെയ്താൽ പരിപാടി നടക്കൂല. കണ്ടാ പറയോ? ഇല്ല ഇല്ല ഇല്ല. ഓ ഇനിയിപ്പോ ഒറ്റ കഴിവ്. ഇപ്പൊ എല്ലാ കാര്യം അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, സനീഷൻ. അങ്ങനെയോട് ചോദിക്കും. ആര് നമ്മൾ നമ്പിയല്ലോ. ആ കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ അറിയാലോ, നമ്മുടെ ഫ്ലാറ്റിലെ പുരുഷൂസ് ഒക്കെ താഴെ ഇറങ്ങണമെങ്കിൽ ഭാര്യമാരല്ല. ശരിയാ, ഇവിടുത്തെ ആണുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. പെണ്ണുങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. നിന്റെ സാധനം അത്ര വിലപിടിപ്പുള്ളതാണെങ്കിൽ എനിക്കൊരു ചേട്ടാ പറ. നമ്മുടെ ഹേമ ചേച്ചി പുള്ളിക്കാരുടെ നേതൃത്വത്തിൽ നമുക്കൊരു കമ്മിറ്റി രൂപീകരിക്കാം. അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. കണ്ടു ഞാൻ കമ്മിറ്റിയോ? അതല്ലേ ഇപ്പൊ ട്രെൻഡ്. ചേട്ടാ എന്നെ കാണാതെ പോയ സാധനമാണ് വേണ്ടത്, അല്ലാതെ ഞാൻ കാണാതെ പോയ സാധനം. അവരാകുമ്പോ അതും ഇതെല്ലാം കണ്ടുപിടിച്ചിരുന്നു. നിങ്ങൾ നടക്കാത്ത കാര്യമൊക്കെ ഒറ്റ കാര്യം നമുക്ക് ഇനിയിപ്പോ ഒരു ഉത്തരവാദിത്തമുള്ള ഒറ്റ ആളെ ഈ ഫ്ലാറ്റിൽ സതീശൻ പുതിയ പ്രസിഡന്റാ. നീ ചോദിച്ചു നോക്ക്. വിളിച്ചാൽ പറഞ്ഞ ഞാൻ വല്ല കൊച്ചിയില കോഴിക്കോടെന്ന് പറയും. ആരെവിടെ വിളിച്ചാൽ കൂടെ അങ്ങ് പോകും. എന്നാലേ മരുന്ന് വാങ്ങാൻ വേണ്ടി ഒരു താഴെ ഇറങ്ങി. മൂത്ത മോൻ അങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി താഴെ ഇറങ്ങി. എന്ത് പറ്റി? ഇവിടുത്തെ മറ്റേ നോട്ടി പോയിട്ട് ചെറുക്കന്മാരെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് ഒറ്റ പോക്കും. 2 ദിവസം കഴിഞ്ഞ് ആഴ്ച മട്ടമാക്കി കൊണ്ടിറക്കി. അവന്മാരെ വിളിച്ച ആ വാഴയിൽ വിളിച്ച ആരെങ്കിലും കൂടെ എന്റെ റോബോട്ടെ പഴം വിഴിഞ്ഞ പോലെ നിൽക്കാതെ എന്തേലും ഒരു ഐഡിയ പറ. ഞാൻ ഐഡിയ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പുതിയ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഓരോ ചായ കുടിച്ചോണ്ടിരുന്നാലും അപ്പം കിട്ടും ഐഡിയ. നല്ലതാണ്. നമുക്ക് ജോർജിന് വരെ പോയി കട്ട ഐഡിയ. പിന്നെ അതിന്റെ ലേറ്റ് ഉണ്ടല്ലോ. ഒരുമാതിരി ഊമ്പി ഐഡിയ. ഞാനേ വരുന്നില്ല, നിങ്ങൾ പോകും. ഞാൻ അത്ര കംഫർട്ടല്ല, നിങ്ങൾ ഐഡിയ ആയിട്ട് വരണം. ഒരു മെനയില്ലല്ലേ? നല്ല ചൂട്. AC ഒന്നും മാറ്റിയിട്ടില്ല. നന്നാവില്ല. ജോർജ് ഇതറേ വരുമോ? ചായ കിട്ടൂ? ഒന്നേ വെക്കേ. ഹലോ, അതെ ഇല്ല, ജാതി മനോഹരം പുറത്തു പോയി. പുള്ളിക്ക് കടം കൊടുത്തിട്ടുള്ളവർ വല്ലതാണ്. അതെ സാർ, ജാതി മനോഹരനാണ് സംസാരിക്കുന്നത്. ഓ, ഇവിടെ എല്ലാ ആർഡറും എടുക്കും. ഇപ്പൊ ബിരിയാണി ഉണ്ട്, മീൽസ് ഉണ്ട്, ഊണുണ്ട്, എല്ലാം ഉണ്ട്.
അപ്പൊ ഞാനും എന്റെ കുറച്ച് പയ്യന്മാരും പിന്നെ ഇവിടെ കുറച്ച് പെണ്ണാളികളുണ്ട്. അതൊക്കെ തന്നെ നമ്മളെ ആത്മാർത്ഥതയോടെ പോകുന്ന ഒരു സ്ഥാപനം. ഓ ശരി ശരി സാർ, ആർഡർ വൈകിട്ട് കൊടുക്കുമല്ല അല്ലേ? ഓ ശരി. നിങ്ങളെ പോകുന്നു ഞാനുണ്ടെങ്കിൽ മറ്റേ USD വഴി നമ്മളെ DG മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് വന്നപ്പല്ലേ പിന്നെ ലേറ്റ് ആണ്. മൊലാലി ഇവനെ എവിടെയും കാണുമല്ലോ അടേ. നിന്നെ ചോദിക്കാൻ വേണ്ടി വീട്ടിലൊന്നും ആരും ഇല്ലേ? തീരമാണല്ല നീ അന്ന് ഉണ്ടാക്കിയ മോഞ്ചോളം കൊണ്ടാണ് 2 ഉണ്ടാക്കിയത്. മൊലാലി പുളിഞ്ചിക്കാവാവും. നിന്നെ ഞാൻ ഇപ്പൊ ചായ ഉണ്ടാക്കുന്ന പറഞ്ഞാടാ ഓടാ മണ്ടങ്ങണാപ്പി എന്നുണ്ടല്ലേ. ഇവന് പിന്നെ മലയാളം അറിയാത്തോണ്ട് എന്തിനു വേണമെങ്കിലും വിളിക്കാം. കേട്ടോണ്ടിരുന്നു മണ്ടൊന്നും വിളിക്കല്ലേ, ശരിയല്ല. തിരിച്ച് വിളിച്ചാ വച്ചാനത്ത് അത്ര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. मौलाली आपका चाय अच्छा नहीं है मौलाली, ये गर्म पानी है, मुझे नहीं चाहिए. 3 കട്ടൻ ചായ കൊണ്ടുവാടാ വാപ്പിളി. മണിക്കാരനാണ്. ഇവൻ നല്ല ആത്മാർത്ഥയാണ്. ഇവൻ പിന്നെ ചെയ്തോ, എനിക്കൊന്നും ചെയ്യണ്ടെന്ന് ഇവ അങ്ങ് ചെയ്തോ. മലയാളം പറഞ്ഞ അറിഞ്ഞോടുന്നില്ല നമ്മളിങ്ങനെയൊക്കെ വിളിക്കുന്നത്. ഇവൻ മണ്ടനാണെന്നേ. मौलाली ഞാനാ മണ്ടൻ, നിങ്ങളാ മണ്ടൻ. എന്നെ പോലെ ഒരുത്തരെ റിക്രൂട്ട് ചെയ്ത് നിങ്ങളല്ലേ, അപ്പൊ നിങ്ങളല്ലേ മണ്ടൻ? ജോസഫ് യവന് മലയാളം അറിയാം. ഇതുപോലെ ആത്മാർത്ഥത കൂടി പണിക്കാരുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം മൊത്തം കൊണ്ടുപോയില്ലേ? ഒന്നും പറയണ്ട, അവന് പൈസ എവിടെ ആർത്തി, അവനെ കുരു കൊണ്ട് കട്ടൻ കിട്ടൂ. അട്ടയൊക്കെ കിട്ടും. मौलाली एक मिनट आजा, എവിടെ ആരാ ഇവിടെ ആജാ. ഇങ്ങോട്ട് വാ. എന്തൊരു मौलाली ചായ नहीं मालूम. ഇതുവരെ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ മൗലാലി. ഉണ്ടല്ല അത് ഗരം പാനി മൗലാലി. ഇത് ചൂടുവെള്ളം, ആ ചൂടുവെള്ളം. ഇത് ഗ്ലാസ് ഗ്ലാസ് ഇച്ചിരി അനത്തണം. കുറച്ചും കൂടെ മതി. ഇങ്ങനെ ആ കേട്ടോ. ശരി കൊണ്ടുപോയി ആ, പോ. ശരി മൗലാലി. കൊടുത്തേക്കണേ മൗലാലി. പോ. ഉള്ള പയ്യനായോണ്ട് കുടിച്ചോ. ചായൊന്നും വേണ്ട. നമ്മൾ വന്നതേ നമ്മുടെ ഫ്ലാറ്റിലെ നമ്മുടെ ഫ്ലാറ്റിലെ ഇല്ലേ ടോക്സിസിറ്റി കാരണം നമ്മൾ ടോക്സിസിറ്റി നീ പറയാൻ എനിക്കൊന്നും മനസ്സിലാവാറുണ്ട്. അണ്ണൻ പറ. ടോക്സിസിറ്റി മനസ്സിലായേ? ടോക്സിസിറ്റി കാരണം നമ്മൾ ബാംഗ്ലൂരിലൊക്കെ തള്ളിവിട്ട മറ്റേ ഡിങ്കനില്ലേ? ഡിങ്കനല്ല മറ്റേ രംഗനില്ലേ? നിങ്ങൾ കാര്യമുണ്ട് കേട്ടാ. സംഭവം എന്ന് വെച്ചാൽ അവൻ കഴിഞ്ഞ ആഴ്ച ബൈപ്പാസ് അവന്റെ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഫയലുകൾ അറിഞ്ഞാ പുറഞ്ഞ ഒക്കെ ആഴ്ച എടുത്ത് എവിടെ കമത്തി എവിടെ അഭിമുഖത്തിൽ കൊണ്ട് കിടത്തിയിരിക്കും. ഇപ്പൊ അവിടെ അടിയാണ് പരിപാടി. അടി എന്തോ അടി? ജ്യൂസ് എന്നുവെച്ചാൽ അവന്റെ ആണെന്നൊക്കെയാണ് പറയണത്. നമുക്കറിഞ്ഞത്. പിന്നെ നിനക്കൊക്കെ വേണമെങ്കിൽ ചെറുക്കാൻ വരും. ഇവിടെ കുറച്ച് കൊച്ചു പിള്ളേരുണ്ട്, അവന്മാർക്ക് പന്ത് കളിക്കണമെന്നൊക്കെ വെച്ചാൽ അവൻ ഓടി വന്ന് കളിച്ച് സഹായിച്ചിട്ട് പോകും. വിളിക്കാൻ പറ്റേ ഈ രഞ്ജനെ വിളിച്ചാലേ അമ്പാനും കൂടെ വരൂലേ? അമ്പാനെങ്കിൽ അമ്പാൻ കുഴപ്പമില്ല. അവന് 4 ദിനം നമുക്ക് ആധാരം കൊടുക്കണം. അമ്പാനെ എനിക്കെന്നാ നിങ്ങൾക്ക് ആളെ വേണമെങ്കിൽ നിങ്ങൾ ആധാരം കൊടുക്കണം. അതാരും കൊടുക്കും. അവന്റെ നിർത്തോളം ഓർഡറൊക്കെ എനിക്ക് തരണം കേട്ടോ. ഇല്ല ഇത് മറ്റേ അവന്റെ സാധനമല്ലേ പോയത്. അവൻ കൊടുക്കില്ല, കുഴപ്പമില്ല. നിങ്ങൾ വിളിക്കും, നമ്മൾ ഫ്ലാറ്റ് ചെയ്യണം. വിളിച്ചങ്ങോട്ട് വിട്ടേക്കാം. ഹലോ രഞ്ജ, ഒരു മിനിറ്റ് അമ്പാണ്
എന്താണ് കാണാതെ പോയെന്ന് പറഞ്ഞത്? നീ ഏഴ് കളഞ്ഞുകൊണ്ടിരുന്നേ. നീ പോലും അല്ല എന്താണ് അല്ല നിങ്ങളെന്ത് ഈ രാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ಇಲ್ಲಿ ഏതോ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു സ്മോക്കിംഗ് ഉണ്ടെന്ന്. നാം പോയി വാതിൽ മുട്ടി. നിങ്ങൾ മുട്ടാൻ പോയാ? അതല്ലടാ, ഞാനൊരു പണി കിട്ടുമെന്ന് ചോദിക്കാൻ പോയതാണ്. ഈ പണി എന്താണ് അമ്പാണ്? നിന്റെ എന്താണ് കാണാം? നീ എന്ത് പേര് വണക്കും അത് പറ. ചേട്ടാ എന്റെ ഒരു 1000 രൂപയുടെ സാധനം. ഏഴ് ദുട്ട இந்த രംഗ നമുക്ക് ദുട്ടിലേക്ക് അപ്പതൊന്നും വീഴില്ല. അമ്പാൻ എടോ എന്റെ അമ്മന് ദുട്ട. എടാ അണ്ണന് വേണ്ടത് സാധനമാണ്, എനിക്കും പിന്നെ ദുട്ട്. അത് നീ പോകുമ്പോ തന്നാ മതി ഒരു പ്ലേറ്റ് കബാബും. റോബോട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? അറേഞ്ച് ചെയ്ത് കൊടുക്കും. എല്ലാ സാധനങ്ങളും എന്റെ വീട്ടിലുണ്ട്, ഞാൻ പോയിട്ടോ. അണ്ണാ എല്ലാം സെറ്റാണോ? അണ്ണന് വേണ്ട എല്ലാം കിട്ടും. ഇയാൾ എന്താ കാണിക്കണം? എടോ കബാബ് കൊണ്ടുപോടോ. കോട്ടൊക്കെ കൂടുതൽ എടുത്താ ഇതാണ് അതൊന്ന് ഏൽപ്പിക്കാറ്. ഈ ഇങ്ങനെ എല്ലാം സെറ്റാണോ? കാണും. അവൻ കൊണ്ടുവരില്ല, അവൻ എങ്ങോട്ടെങ്കിലും പോയി കാണും. കണ്ടുപിടിക്കണമെങ്കിൽ വേഗം വാ. അങ്ങനെ കളിപ്പാക്കരുത്, അങ്ങനെ കളിപ്പാക്കരുത്. നീര് വലിയ നീര് പിന്മാറി മകണ. എന്നാ ഇതാ വെള്ളം. ഇത് വെള്ളം ആ ആടാ മോനെ. അമ്പാണ് മനസ്സിലായോ നിനക്ക്? എന്താണ് നിനക്ക് മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? ഇവിടെ കാണാതെ പോയ സാധനം ഇവിടുത്തെ വാട്ടർ ടാങ്കിലുണ്ട്. ആണ്. എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? സൂപ്പർ. അമ്പാണ് അണ്ണാ ഞാൻ എടുത്തു തരാണ. എടുത്തിട്ട് വാ. അണ്ണാ സൂപ്പർ. ആ കോട്ട കൊടുത്താ എന്നാണ് കൊണ്ടു പോയി നന്നായിക്കോ. സെറ്റിയൊക്കെ തൊട്ടാ തിരിച്ചെത്തി ആ കരാള രാത്രിയിലേക്ക് വീണ്ടും നമ്മൾ എവിടെ തുടങ്ങി വെച്ചു? അങ്ങനെ ചാടി ആവേശത്തിലൊന്നും കാണുന്നില്ല. അങ്ങനെ ഇവിടെ പോയി. സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ. സുഭാഷ് ചേട്ടാ, ഇനിയിപ്പോ ലക്ഷ്മിയോട് എന്ന് പറയും? നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത്. സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ. സുഭാഷ് ചേട്ടാ. എടി എന്ത് ചെയ്യണേ? എനിക്കറിയില്ല. സുഭാഷ് ചേട്ടാ, ഇത്രയും കാലം ചോന്ന വെള്ളം ചെയ്യണമായിരുന്നു. ഇനി എന്ത് കുടിക്കും? ഓ, നിങ്ങൾക്ക് ഇപ്പോഴും വെള്ളത്തെ പറ്റിയാ ചിന്ത, അല്ലാണ്ട് ചേട്ടനെ പറ്റിയല്ല. ഇത് എന്ത് ചെയ്യും നമ്മള്? എങ്കിൽ നീ ഒരു ഐഡിയ പറ. ഞാൻ ആ ലേഡി പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടാലോ? എന്റെ ഐഡിയ ഈ നാട്ടുകാരെ മൊത്തം അറിയിക്കണം. നിനക്ക് എന്തായാലും ഭേദം ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തങ്ങ് ഇറങ്ങിയാ പോലെ. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഞാനൊരു ഐഡിയ. നീ കൂടെ നീങ്ങോ കേട്ടോ? നടരെ ഓടിവായോ. സുഭാഷ് ചേട്ടൻ വെള്ളത്തിൽ പോയേ. നടരെ ഓടിവായോ. സുഭാഷ് ചേട്ടൻ വെള്ളത്തിൽ പോയേ. നടരെ ഓടിവായോ. സുഭാഷ് ചേട്ടൻ വെള്ളത്തിൽ പോയേ. നടരെ ഓടിവായോ. ചേട്ടാ ആ സുഭാഷ് ചേട്ടൻ അക്കണ്ടട പോലെ വെക്കേണ്ട വെള്ളത്തിൽ കാണിയേട്ടാ. ഇല്ല ചേട്ടാ, അത് പറ വെക്കാനായിട്ട് ചാടി. ഇത് മാറുന്നു. എങ്ങനെ മാറുന്നു? മെസ്സേജ് വരുമല്ലോ. എനിക്കതല്ല മലയാള സിനിമയുടെ ഭാവിയുള്ള തന്റെ ഭാവി. സുഭാഷേ, സുഭാഷേ, സുഭാഷ് ചേട്ടാ, സുഭാഷേ. സുഭാഷ് ചേട്ടാ, എന്താ ചെയ്യൊക്കെ? ചേട്ടാ നമുക്ക് ആ വിസ്കി പടത്തിന് പോകാൻ ചേട്ടാ. സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ. ആ ചേട്ടാ വിളിക്കേട്ടാ. അയാൾക്ക് ജീവനുണ്ട്. ആരെയും ഒന്ന് വിളിക്കേട്ടാ. സുഭാഷ് ചേട്ടാ. നമുക്ക് ആ വീണ്ടും അമ്പാനെ തന്നെ വിളിക്കാം. ഉമ്മാനല്ലോ എങ്ങനെ വിളിക്കാം? ആ എങ്ങനെ വിളി ചേട്ടാ വിളി. എങ്ങനെയാലും ഇയാളെ പുറത്തെടുക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വെള്ളം കിട്ടൂല. സുഭാഷേ, ചേട്ടാ കേൾക്കുന്നുണ്ടോ? അമ്പാനെ സുഭാഷേ ഏണ്ടാ
പിന്നെയും പോയില്ല ആണ്. ഞാൻ രംഗച്ചേട്ട കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും. നിനക്ക് എന്താ വേണ്ടത്? അവനെ എടുക്കണം. ആ. നാണ് കാണില്ല. അമ്പാൻ ടോൾസ്. മറന്നു വേണ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. സോറി അണ്ണാ. അണ്ണൻ വീട്ടിൽ പോയിട്ട് ഒരു കയറ് 2 കപ്പ് എടുത്തു. റോഡ്. ഒരു മിനിറ്റ്. ആ. ഒരു ക്വാർട്ടർ 2 കബാബ്. അണ്ണന് കോട്ടറ്. ഒരുത്തൻ ചാവാൻ കിടക്കുമ്പോഴാണ് അവന്റെ കോട്ടറും കബാബും. അവനെ കബാബ് കുടിച്ച് ചാവത്തേ ഉള്ളൂ നാളെ. അടുത്ത തൊട്ടിട്ട് അമ്മാൻ നോക്കേ. അതവിടെ കൊണ്ട് അണ്ണാക്ക് കേറും തോന്നില്ല അണ്ണാ. ആ, ഇന്നത്തെ ഫുഡ് അണ്ണാ പ്രശ്നാണ്. എന്താണ് അമ്പാനെ ശ്രദ്ധിക്കേണ്ട? ഇതാണ് പോട്ടെ. ആ വന്നല്ല. ഇത് വെച്ചൊന്ന് നോക്കട്ടെ. ആഞ്ഞു പിടിയാ പോരെ. അണ്ണാ പറയണ്ട, വലിച്ചു വലിക്കാൻ പറയണ്ട. ആ പടി കൊടു കൊടു. പടി പടി. അങ്ങനെ പടി, അങ്ങനെ പടി. നല്ല പഠിക്കേ. പഠിച്ചോ. പിടി. പടി. അണ്ണാ 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 വന്നില്ല അണ്ണാ. അണ്ണാ കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. കുടുങ്ങിയ ആ. ഇരടാക്കി പിടിക്കുക. എന്താണ്? ഇരടാക്കി പിടിക്കാൻ. ഇവിടെയുള്ള കിരൺ മാമൻ ശരിക്കും ആരാ? ആരാ കിരൺ? ലൂസാക്കി പിടിയാ പോരെ. ലൂസാക്കി. ഓ ഓ. അണ്ണാ കിട്ടിയുന്നുണ്ട്. ഒരു പിടുത്തം വന്നിട്ടുണ്ട്. വലിക്കട്ടെ. അണ്ണാ കിട്ടി അണ്ണാ. നന്നായി വാ, നന്നായി വാ. ഒരുപാട് നടക്കോ. നന്നായി വാ, നന്നായി വാ. അവളെന്ത് പറ്റി? അണ്ണാ സാധനം കിടന്നിട്ടുണ്ടോ? അവിടെ പല്ല് പോ, പല്ല് പല്ല്. പല്ലുണ്ട്, പല്ല്. ചത്തട്ടില്ലണ്ണാ. ഹോസ്പിറ്റലില് സിനിമയ്ക്ക് വാ. അണ്ണാ അതിന് പ്രാന്താൻ തോന്നി. നമുക്ക് പോ. രംഗം പോലെ നമ്മളെ കയ്യേണ്ട സാധനം കണ്ടുപിടിച്ചത് രംഗാണ്. അതുകൊണ്ട് രംഗം നമ്മളെ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒരു സമ്മാനമുണ്ട്. എന്താണ് കണക്ക് സമ്മാനം. ആ ഞാൻ നമ്മളെ പ്രസിഡന്റിനെ വിളിക്കാം. പ്രസിഡന്റ് ഒരു മിനിറ്റ്. എനിക്ക് കരച്ചിൽ പറഞ്ഞു. എന്താ? ചെറുപ്പത്തിൽ ടോക്സിറ്റിക്കാരുടെ അമ്മ എന്നെ അടിച്ചു കൊടുത്തു. അന്ന് ഞാൻ കരഞ്ഞിട്ടില്ല. രംഗച്ചേട്ടൻ ഇപ്പൊ കരഞ്ഞു. രംഗച്ചേട്ടൻ ആദ്യമായിട്ടാണ് ഒരാൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. കരച്ചിൽ വരുന്നത്. പിന്നെ എനിക്ക് പ്രസിഡന്റ് വേണം. എന്റെ നിലക്കും വിളക്കും പറ്റിയ ഒരാൾ വേണം എനിക്ക് സമ്മാനം തരാം. പ്രസിഡന്റ് വേണ്ട. ആ വേണ്ട. ആശുപത്രിക്ക് കൊടുത്ത മാതിരി വേണ്ട. എനക്ക് ആരാണ് അങ്ങനത്തെ ഒരാളെ കൊണ്ടുപോവാ. അണ്ണന് സെന്ററിനെ വിളിക്ക്. പഠിക്കേ. നിങ്ങളെ നിലയ്ക്കും വിളിക്കും പറ്റിയ ആള് ഉണ്ടോ? മാറുണ്ട്. മാറു പോന്നെ. ആ ഇത് മതി. ഇതാണ് തന്നെ സെറ്റാണ്. ഇതാവുമ്പോ കറക്റ്റ് വേണം. കേട്ടല്ലേ? ഒരു മിനിറ്റ്. വണ്ണസിരിക്ക് എല്ലാവർക്കും ഓണം പറഞ്ഞിട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അല്ല ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഓണ ശുഭാശയങ്ങൾ. സബ്കോ ഓണം. ഹിന്ദി വേണ്ട, ഹിന്ദി വേണ്ട. ഹിന്ദി വേണ്ട, ഹിന്ദി വേണ്ട. അമ്പാൻ പറഞ്ഞാൽ കൊണ്ടുമില്ല. അമ്പാൻ ദോശ ചുട്ടു തരണം.